സംസ്ഥാനത്ത് ആനസങ്കേതങ്ങളിൽ 10 വയസ്സിനു താഴെയുള്ള കാട്ടാനകളുടെ അസ്വാഭാവിക മരണനിരക്ക് കൂടുന്നതായി വനം വകുപ്പിന്റെ റിപ്പോർട്ട്. 2015 മുതൽ 2023 വരെ സംസ്ഥാനത്തെ 4 ആനസങ്കേതങ്ങളിൽ 845 കാട്ടാനകളാണ് ചരിഞ്ഞത്. ഈ വർഷം ജൂൺ വരെ 96 ആനകളും ചരിഞ്ഞു. കഴിഞ്ഞ ദിവസം ആനദിനം ലോകമെങ്ങും ആചരിച്ചപ്പോൾ കേരളത്തിൽ കുട്ടിയാനകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന കുറവ് ആശങ്കയുണർത്തി. ചരിഞ്ഞ കാട്ടാനകളിൽ 311 എണ്ണം 10 വയസ്സിൽ താഴെ പ്രായമുള്ളവയാണ്. 311-ൽ 251 എണ്ണം 5 വയസ്സിൽ താഴെ പ്രായമുള്ളവയും. 2019-ൽ 10 വയസ്സിനു താഴെയുള്ള 56 ആനകളാണ് ചരിഞ്ഞത്. ആശങ്കപ്പെടേണ്ട അസ്വാഭാവിക മരണനിരക്കാണ് ഇത്. വൈറസ് രോഗം, പ്രതിരോധശേഷി കുറയുന്നത്, വന്യമൃഗവേട്ട എന്നിവയാണ് മരണകാരണം. കഴിഞ്ഞ മെയ് 23 മുതൽ 25 വരെ നടത്തിയ കണക്കെടുപ്പിൽ പെരിയാർ, വയനാട്, നിലമ്പൂർ, ആനമുടി സങ്കേതങ്ങളിൽ 1793 കാട്ടാനകളെയാണ് കണ്ടെത്തിയത്. 2023-ൽ 1920 കാട്ടാനകൾ ഇവിടെ ഉണ്ടായിരുന്നു. തൃശൂർ സെൻട്രൽ സർക്കിളിൽ മാത്രം 5 വയസ്സിന് താഴെയുള്ള 58 ആനകളാണ് ചരിഞ്ഞത്. 10 വയസ്സിന് താഴെ 2015-ൽ 20-ഉം 2016-ൽ 22-ഉം 2017-ൽ 19-ഉം 2018-ൽ 38-ഉം 2019-ൽ 56-ഉം 2020-ൽ 42-ഉം 2021-ൽ 49-ഉം 2022-ൽ 29-ഉം 2023-ൽ 36-ഉം ആനകളാണ് 4 ആനസങ്കേതങ്ങളിലായി ചരിഞ്ഞത്. ആനകളുടെ മരണനിരക്ക് കണ്ടെത്താൻ തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച എലിഫന്റ് ഡെത്ത് ഓഡിറ്റ് ഫ്രെയിംവർക്ക് നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന വനം വകുപ്പ്. ഇതുപ്രകാരം കാട്ടാനകളുടെ മരണം FIR-ൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കും. മരണനിരക്ക് കുറയ്ക്കാൻ പ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.